നാളുകൾക്ക് ശേഷമാണ് നമുക്ക് നല്ലൊരു വെയിലൊക്കെ ഒന്ന് കിട്ടുന്നത്. അപ്പം നമുക്ക് എല്ലാ ദിവസവും മഴ ആകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്, ഒരു ഇറിറ്റേഷനൊക്കെയാണ്. പക്ഷേ നമുക്ക് വെയിലാകുമ്പോൾ അത് വെയിലിനും ചൂടിനും ഉണ്ട് ബുദ്ധിമുട്ട്, എന്നാലും നമുക്കൊരു പോസിറ്റീവ് എനർജിയൊക്കെ വരുമല്ലോ. അപ്പോൾ അന്ന് കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കി കുടിക്കാനൊക്കെ തോന്നി. അതൊരു പായസമൊക്കെ ഉണ്ടാക്കി കുടിച്ച്. പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് കുഞ്ഞിപ്പാത്ത് പറയാണ് അവൾക്ക് കുറച്ച് ബിരിയാണി തിന്നാൻ തോന്നുമെന്ന് പറഞ്ഞു. അപ്പോൾ ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റില്ല, തട്ടിക്കൂട്ട് ബിരിയാണി എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒക്കെ ഒരു സംഭവം ഉണ്ടാക്കി കൊടുക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചിട്ടാണ്. പിന്നെ ഈവനിങ് അതിൻ്റെ പേരിൽ ചിക്കനൊന്നും മേടിക്കാൻ പോയില്ല, മുട്ട ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ബർക്കത്തിൻ്റെ അരിയാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഇതൊരു സുഖം ഉണ്ടായിരുന്നില്ല. സാധാരണ ഇന്നും മേടിക്കണത് നല്ല കുഴപ്പമില്ലാത്തതായിരുന്നു. പക്ഷെ ഇതെന്തോ ഒരു പച്ചരി വെച്ച പോലെ ഒരു സംഭവം ഫീൽ ചെയ്തിരുന്നു തോന്നിയത്. വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു ഗൈസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മൂപ്പര് അതിൻ്റെ ഇടയിൽ കൂടെ കളിക്കാനൊക്കെ വരും കേട്ടോ. അവൾ അങ്ങനെയാണ്, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവൾക്കും ചെയ്യണം. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി സവാളയും വെളുത്തുള്ളിയും പച്ചമുളക് തക്കാളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം മുട്ടക്കറി ഉണ്ടാക്കണത്. എല്ലാവരും അറിയാവുന്ന സംഭവമൊക്കെ തന്നെയാണ്. അപ്പോൾ ചീനച്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് സവാള ഇട്ട് അങ്ങോട്ട് വാട്ടി അങ്ങോട്ട് കൊടുക്കുക. കടുകുറ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വാട്ടുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം അത് വാടി കിട്ടുമല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നന്നായി അങ്ങോട്ട് വാട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞിപ്പാത്ത് പറയാണ്ട് ഞാൻ ചെയ്യാം അമ്മേ എന്ന് പറഞ്ഞ് വരിക. ചൂടല്ലേ, നമുക്ക് കുട്ടികളൊക്കെ ചൂടിൻ്റെ അടുത്തേക്കൊന്നും കൊണ്ടുവരാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അത് വാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ച് പച്ചമുളകും പിന്നെ വെളുത്തുള്ളി ഇട്ട് പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഒരു ബ്രൗണിഷ് കളറും പിന്നെ ഒരു മധുരമൊക്കെ വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണേ. അപ്പോൾ അരിയപ്പോൾ കഴുകിങ്ങാട്ട് കലത്തിലിട്ട് തന്നെ അങ്ങോട്ട് വേവിക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ച് വറ്റിച്ചെടുക്കാനൊന്നും നിന്നില്ല. അപ്പം പിന്നെ അതിലേക്ക് മീറ്റ് മസാല ഇട്ട് കൊടുക്കുകയാണ്. മുട്ടക്കറിയുടെ അതിലേക്ക് മീറ്റ് മസാല ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ ബേബിക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് പച്ചമുളക് ഒരെണ്ണിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അവൾക്ക് എരിവ് അധികം പറ്റില്ല. അപ്പോൾ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്ത് മുളക് പൊടി ഞങ്ങൾ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. കാരണം നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇവിടെ തന്നെ നമ്മളതിൽ ഉണ്ടായിരുന്ന മുളകൊക്കെ കൂടി അമ്മ അതിൽ പൊടിക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ പൊടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തക്കാളി ഇട്ട് കൊടുത്ത് വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കട അമ്മ വന്നിങ്ങോട്ട് ചോറ് ഊറ്റി തന്നു. കാരണം ഞാനിവിടെ മുട്ടക്കറിയുടെ തയ്യാറെടുപ്പില്ല, അതിൻ്റെ പേരിൽ അമ്മ ഒന്ന് വേഗം ചോറ് ഊറ്റി. പിന്നെ ഞാൻ മുട്ടയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ട ഇട്ട് കൊടുക്കുകയാണ്. മുട്ടയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് അപ്പോൾ 4 മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബിരിയാണി തിന്നട്ടെ. പിന്നെ ബിരിയാണി നമുക്ക് സാലഡും വേണമല്ലോ. അപ്പോൾ സാലഡ് ഉണ്ടാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.